അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റേതല്ലേ? നിങ്ങളുടെതോ? ഇതെന്റെ ഷാനുവിന്റെ. മതി, നീ അത്രയും സമ്മതിക്കുന്നുണ്ടല്ലോ. നിന്റെ വയറ്റിൽ കിടക്കുന്നത് ആദിയുടെ കുഞ്ഞല്ല, ഷാനുവിന്റെ കുഞ്ഞാണെന്ന്. ഷാനു ഞാനല്ലേ, പിന്നെ നിനക്കെന്താ പ്രശ്നം? നിന്നെയും കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അപ്പൊ എനിക്കല്ലേ? എന്റെ കുഞ്ഞിന്റെ പേരിൽ അവൻ എന്തവകാശമുള്ളത്? അവൻ നാണം കെട്ടവനായതുകൊണ്ട് ആരുടെ ഗർഭവും ഏറ്റെടുത്ത് നിന്റെ കഴുത്തിൽ താലിയെട്ടി കൂടെ പൊറപ്പിച്ചു. എന്നിട്ട് അവൻ വിശ്വകാമുകനാണെന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും മുഴുവൻ പറഞ്ഞു പറ്റിച്ചു. അവനല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരെങ്കിലും ഇത്രയും വൃത്തിയുടെ പണി കാണിക്കൂ? അയ്യോ അമ്മ, ഇതെങ്ങാനും കണ്ട ആ നിമിഷം ഉരുണ്ട് പിടിച്ച് താഴെ വേണ്ടി ചാകും. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അയ്യോ അമ്മേ, അമ്മേ, അമ്മ ഈ നേരത്തെ കൊണ്ടാ നിന്നോട് മുറി കുടിക്കാൻ വെള്ളം വെക്കാൻ പറഞ്ഞിട്ട് വെച്ചായിരുന്നു. അത് ഞാൻ വെച്ചായിരുന്നു. എന്നിട്ട് എവിടെ? ആ അമ്മ ഇങ്ങോട്ടോ, ഞാൻ എടുത്തുതരാം. വാ. നീ എന്താ ഈ നേരത്തെ അവിടെ കറങ്ങി നടക്കുന്നത്? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാനെന്താ ഒച്ച കേട്ടപ്പം വന്ന അമ്മേ. ആണോ? ഞാനും കേട്ടടി. അങ്ങനെയല്ലേ ഞാൻ ഉണർന്നത്. പക്ഷേ ഞാൻ ആളെ കണ്ടുപിടിച്ചു കേട്ടോ. കണ്ടുപിടിച്ചോ? ആരാടി? ആ മരപ്പെട്ടി മക്കളും. അല്ലാതാരാ? ഞാൻ നോക്കിയപ്പോ ഓടിന്റെ പുറത്തുനിന്ന് എല്ലാം കൂടെ ചാടി ജാതകൊല മുറ്റം വഴി ഓടുന്നമ്മേ. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അതെന്താ? അവരൊക്കെ അങ്ങ് പോയല്ലോ. ദേ അമ്മ ഈ വെള്ളം കുടിച്ച് കുടിക്കും. നീ എങ്ങോട്ടാ ഈ തള്ളിക്കേറി വരുന്നേ? അമ്മ വേഗം ചെന്ന് ഉറങ്ങാൻ നോക്ക്. നീ എന്റെ കൂടെ വന്നേ, എന്റെ കാലൊന്നും തിരുമ്മിത്താ. അപ്പോ തന്റെ പ്രശ്നം ഈ താലിയാണല്ലേ? വേണ്ട, ഇനി ഈ ഭാരം നിന്റെ കഴുത്തിൽ വേണ്ട. ഇതുള്ളത് കൊണ്ടല്ലേ നിനക്ക് എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഞാൻ ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചുതരാം. നീ പൊട്ടിക്കണ്ട, ഞാൻ പൊട്ടിക്കാം. ശരി, നീ എന്നെ തല്ലിയല്ലേ? അന്ന് ആദ്യം കണ്ടപ്പോ ഓങ്ങി വെച്ച അടിയാ. നീ എന്റെ ഷാനു അല്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നിന്റെ നാടകം എവിടെ വരെ പോകുന്നു നോക്കി നിന്നതാ ഞാൻ. ഇനി നീ എന്റെ മുന്നിൽ അഭിനയിക്കാൻ വന്ന ആ നിമിഷം നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും ഞാൻ. ഇതുവരെ ഞാൻ ഈ രഹസ്യം പരസ്യമാക്കാതിരുന്നത് നീ ഷാനു ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടോ ഷാനുവിന്റെ മുഖഛായുള്ള നിന്നോട് സെന്റിമെന്റ്സ് ഉണ്ടായതുകൊണ്ടോ അല്ല. എനിക്ക് എന്റേതായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇനി ഞാനിത് വൈകിപ്പിച്ച മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എന്റെ ഷാനുവിനോടും എന്റെ വയറ്റിൽ കിടക്കുന്ന ഷാനുവിന്റെ കുഞ്ഞിനോടും ഞാൻ ചെയ്യുന്ന പൊറുക്കാനാവാത്ത തെറ്റായിരിക്കും അത്. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ആദിയുടേതാണെങ്കിലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഷാനുവിന്റെയാ. പൂജയുടെ ജീവിതത്തിൽ ഒരൊറ്റ ആണേ ഉണ്ടായിട്ടുള്ളൂ. ഏത് പാതിരാത്രിയിൽ ഒരു നിഴലിണക്കം കണ്ടാൽ പോലും എനിക്കെന്റെ ഷാനുവിനെ തിരിച്ചറിയാം. ജീവൻ വേണമെങ്കിൽ നീ പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. പോടാ പോവാൻ.
പേടിക്കണ്ട, അവിഹിതമൊന്നുമല്ല. എന്ന് ഞാനും പറഞ്ഞില്ല. പിന്നെന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം. പറഞ്ഞിട്ടില്ലേ എനിക്ക് എന്റേതായ ലക്ഷ്യമുണ്ടെന്ന്. ആ ലക്ഷ്യം ഞാനിവിടെ അറിഞ്ഞെന്താ കുഴപ്പം? തനിക്കറിയാത്തൊന്നും അല്ല അത്. പക്ഷെ അത് പറയാൻ എനിക്ക് കുറച്ച് സമയം വേണം. എവിടെ പോയി? ഓ, ഞാനിതെങ്ങനെ സഹിക്കും? ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്റെ ദേവി, ഞാനിനി എന്ത് ചെയ്യും? എനിക്ക് വയ്യ.